Hello everyone. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോസും ക്ലാസ്സസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും പഠിച്ച് നല്ല മാർക്ക് വാങ്ങട്ടെ. അപ്പം ഇഫ് എന്ന പോയത്തിലെ നാലാമത്തെ വീഡിയോ ആണ്. അപ്പം ഇഫ് എന്ന പോയം ബേസ്ഡ് ആയിട്ട് നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. 3 വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2 വീഡിയോസിൽ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമ്മൾ ആ പോയം നല്ല രസമായിട്ട് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ അതിൽ ക്വസ്റ്റ്യൻസ് മൂന്നാമത്തെ വീഡിയോയിൽ അതിന് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഈ പോയത്തിൽ നിന്നുള്ള ഈ പോയം ബേസ്ഡ് ആയിട്ടുള്ള ഗ്രാമറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഈ പോയത്തിൽ തന്നെയാണ് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും വളരെയധികം ചാൻസ് ഉണ്ട് ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പമാണെന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും അവിടെയൊക്കെ. പക്ഷേ നമുക്ക് എന്താണ് പറ്റുന്ന അത്രയും സിമ്പിളാക്കിയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. നല്ല മാർക്കിനെ വാങ്ങണം, ഒരു സംശയമില്ല. പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. വലിയ രസമൊന്നും ഉണ്ടാവില്ല, രസമാക്കാനൊരു ലിമിറ്റ് ഉണ്ട് എനിക്ക്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ സഹകരിക്കുക. ഓക്കെ, വേറെ ഒരു വഴിയില്ല, നമുക്ക് പഠിച്ചെടുക്കേ പറ്റുള്ളൂ. അപ്പോൾ തുടങ്ങാം. കണ്ടീഷണൽസ് അഥവാ ഇഫ് ക്ലോസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള നമ്മുടെ മെയിൻ ഗ്രാമർ. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ തന്നെ ഒരു ഇഫ് ക്ലോസിൻ്റെ ഒരു പൂരാണ് അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇഫ് യു ക്യാൻ ബ്ലാ 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 ബ്ലാ, ഇഫ് യു ക്യാൻ ബ്ലാ 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 ബ്ലാ, ഇഫ് യു ക്യാൻ ബ്ലാ ബ്ലാ ബ്ലാ, അങ്ങനെ കുറേ ഇഫ് ക്ലോസസ് ഇങ്ങനെ നിരത്തി വെച്ച് അവസാനമാണ് പറയുന്നത് ഇഫ് ഇങ്ങനെയൊക്കെ ചെയ്താൽ യു വിൽ ബി എന്താ മാൻ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ദ വേൾഡ്, യു വിൽ ഹാവ് ദ വേൾഡ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് നേരെ സ്റ്റൈലാക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കലി കുറേ ഇഫിൻ്റെ ക്ലോസസ് ആണ്. ക്ലോസസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് കേട്ടോ. ഇതിനെ അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പം മനസ്സിലാക്കേണ്ടത് ഈ ഇഫ് ക്ലോസ് എന്താണ്? ഇഫ് ക്ലോസ് ഒരു കണ്ടീഷനിലും കൂടിയാണ്. അതായത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ സംഭവം നടക്കണമെന്നാണ് അർത്ഥം. മനസ്സിലാവും, പേടിക്കേണ്ട ആവശ്യമില്ല, കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല. കണ്ടീഷൻസ് വേറെയും കുറേ ഉണ്ട് കേട്ടോ. ഇഫ് ക്ലോസ് മാത്രമല്ല കണ്ടീഷനിൽ അൺലെസ്, ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കണ്ടീഷനുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും പഠിക്കാനില്ല. നമുക്ക് ഇഫ് ക്ലോസ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കുറേ തിയറിയും കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. കുറച്ച് സംഭവം ഇത് കുറച്ച് സെൻറ്റൻസസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ എനിക്ക് കാര്യം മനസ്സിലാവും. ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ ഞാൻ സക്സസ്ഫുൾ ആവും, ഞാൻ സക്സീഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കണം. ഇഫ് ഞാൻ ഈ കാര്യം ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ സക്സസ്ഫുൾ ആവും, ഞാൻ സക്സീഡ് ചെയ്യും. ഞാനിത് ചെയ്താലേ ഞാൻ സക്സസ്ഫുൾ ആവും, അതാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ, അപ്പോൾ ഇഫ് ഈ ഒരു കണ്ടീഷൻ ഞാൻ സാറ്റിസ്ഫൈ ചെയ്താൽ എനിക്ക് എന്തോ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും, ഒരു റിസൾട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ കണ്ടീഷണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ബേസിലുള്ള ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കും. ഇതെന്താണ്, ഇഫ് ക്ലോസ് ആണ്. അപ്പം ഇതുപോലത്തെ വേറെ കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. ഇതിൻ്റെ എന്താ വ്യത്യാസം എന്നൊക്കെ നമുക്ക് മെല്ലെ നോക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വുഡ് സക്സീഡ്. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് സെയിം മീനിങ് പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഐ വുഡ് ഹാവ് സക്സീഡഡ്. ഓക്കെ, ഏതാണ്ട് വീണ്ടും സെയിം പോലെ അല്ലേ, ഏതാണ്ടൊക്കെ സെയിം ആണ്. പക്ഷേ എന്തോ വ്യത്യാസമുണ്ട് അല്ലേ, സാർ എന്തോ ട്രിക്ക് കളിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ബേസിക്കലി ഇവിടെയൊക്കെ ബേസിക് സ്ട്രക്ചർ എന്താണ്, ഇഫ് ഞാൻ എന്തോ കാര്യം ചെയ്താൽ എനിക്ക് എന്തോ കിട്ടും അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ, ഇതാണ് നമ്മുടെ ഇഫ് ക്ലോസ്. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ എന്തോ സാധനം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സെൻറ്റൻസസിനെ നമുക്ക് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇഫ് എന്തോ കാര്യം ചെയ്താൽ എനിക്ക് എന്തോ കിട്ടും. അപ്പോൾ റെഡിലാണ് ഇഫ് എന്തോ സംഭവം, കണ്ടീഷൻ അല്ലേ. അതിനുശേഷം റിസൾട്ട് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്നു റിസൾട്ട്, കണ്ടീഷൻ റിസൾട്ട്. ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് ഇന്ന കാര്യം കിട്ടും. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് കുറച്ചൊരു പേര് വിളിക്കാം. അപ്പോൾ പേര് കൊടുത്താൽ കുറച്ചും കൂടി വൃത്തിയാവും. ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കും ഇഫ് ഞാൻ ഈ കാര്യം ചെയ്താൽ, അതിനെ നമ്മൾ വിളിക്കും ഇഫ് ക്ലോസ് എന്ന് വിളിക്കും. ഇഫ് ക്ലോസ്, ഇതാണ് നമ്മുടെ ഇഫ് ക്ലോസ്. ഇഫ് ഞാൻ ഇന്ന കാര്യം ചെയ്താൽ ഇഫ് ക്ലോസ് ആണ്. അങ്ങനെയാണ് ഇതെന്തായിരിക്കും, ഇത് മെയിൻ ക്ലോസ്. ഓക്കെ, അപ്പം ഓരോ ഈ കണ്ടീഷനിൽ നമുക്ക് 2 സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഇഫ് ക്ലോസ്, ഇഫ് ഞാൻ ഈ കാര്യം ചെയ്താൽ. രണ്ടാമത്തത് എന്ത് സംഭവിക്കുന്നുള്ള കാര്യമാണ് മെയിൻ ക്ലോസിൽ ഉണ്ടാകുക. ഞാൻ ഇന്ന കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും, അല്ല എന്ത് സംഭവിക്കില്ല, അങ്ങനെ ആവാട്ടോ. അതെന്താണ് മെയിൻ ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനങ്ങോട്ട് വിഭജിച്ചു. അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ നടക്കാനുണ്ട്. ഇനി ഇതൊക്കെ മനസ്സിലാക്കിയാലേ സംഭവം നടക്കുള്ളൂ, കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു എക്സാമ്പിൾ എന്താണ്, ഇഫ് എനിക്ക് ഈ അരി ഉണ്ടെങ്കിലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇഫ് എനിക്ക് എന്ത് വേണം, ബിരിയാണി അരി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസ് എന്താണ്, ഇഫ് ഐ ഹാവ് ബിരിയാണി റൈസ്, അതാണ് ഇഫ് ക്ലോസ്. മെയിൻ ക്ലോസ് എന്താണ്, ഐ വിൽ മേക്ക് ബിരിയാണി. അതെങ്ങനെ വേണം എഴുതാം കേട്ടോ. അപ്പോൾ കുറച്ച് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മെയിൻ ക്ലോസ്, ബിരിയാണി ഉണ്ടാക്കുന്നുള്ള കാര്യം മെയിൻ ക്ലോസ്. എൻ്റെ അടുത്ത് ബിരിയാണി ഉണ്ടെങ്കിൽ, ഇഫ് ഐ ഹാവ് ബിരിയാണി റൈസ്, അതാണ് ഇഫ് ക്ലോസ്. അപ്പോൾ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക. അത് ഇഫ് ക്ലോസ്, അത് മെയിൻ ക്ലോസ്, ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ്. ഇത് ഉണ്ടെങ്കിൽ എനിക്ക് സംഭവം നടന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടി.
ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാക്കി ഇത് എഫ് ക്ലാസ്, ഇത് മെയിൻ ക്ലാസ്, ഇഫ് ക്ലാസ്, മെയിൻ ക്ലാസ്, ഇഫ് ക്ലാസ്, മെയിൻ ക്ലാസ് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇഫിൻ്റെ കൂടെയുള്ള ആൾ ഇഫ് ക്ലാസ്, ഈ മൊത്തം ഇഫ് ക്ലാസ്, മെയിൻ ക്ലാസ്, ഇഫ് ക്ലാസ്, ഇഫ് ക്ലാസ്, മെയിൻ ക്ലാസ്, ഇഫ് ക്ലാസ്, മെയിൻ ക്ലാസ്, ഇഫ് ക്ലാസ്, മെയിൻ ക്ലാസ്. ആ കാര്യം റെഡിയാക്കാം. ഇനി ഇവർ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവർ തമ്മിൽ എന്താ ഡിഫറൻസ്? ഇഫ് ഐ വർക്ക് ആണ് ഇവിടെ വർക്ക്ഡ് ആണ്, ഇവിടെ ഹാഡ് വർക്ക്ഡ് ആണ്. എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് ചിലവർക്ക് അറിയാം ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ഇത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. എങ്കിലും കുറേ പേർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വേറൊരു വീഡിയോയിൽ ഞാനത് ചെയ്യാൻ നോക്കാം. എന്താണ് സിമ്പിൾ പ്രസൻറ്റ്, എന്താണ് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ കണ്ടിന്യൂസ് അല്ല, അങ്ങനെ കുറേ ടെൻസസ് ഉണ്ട്. ഇതൊക്കെ ടെൻസസ് ആണ്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ വേറെ വീഡിയോ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ എല്ലാം പഠിപ്പിച്ചാൽ ഇന്നും തീരാൻ പോകുന്നില്ല. അപ്പം പറ്റുന്ന പോലെ മനസ്സിലാകും. ഇത് പ്രസൻറ്റ് ആണ്, ഇത് പാസ്റ്റ് ആണ്, വർക്ക്ഡ്, വർക്ക് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് അല്ലേ, പ്ലേഡ്, ഫിനിഷ്ഡ്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അത് ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി വർക്ക്ഡിൻ്റെയും മുൻപുണ്ടായി. ഇഫ് ഐ ഹാഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക്ഡിൻ്റെയും ബാക്കോട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ബേസിക്കലി കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ വ്യത്യാസം അനുസരിച്ച് ഇവിടെ മാറുന്നതനുസരിച്ച് ഇവിടെയും മാറുന്നുണ്ട് അല്ലേ? ഇവിടെ വർക്ക് ആകുമ്പോൾ ഇവിടെ വില്ലായിരുന്നു, ഇവിടെ വർക്ക്ഡ് ആയപ്പോൾ ഇവിടെ വുഡായി. ഓക്കെ. ഇവിടെ ഹാഡ് വർക്ക്ഡ് ആയപ്പോൾ ഇവിടെ വുഡ് ഹാവ് സക്സീഡഡ് എന്നും കൂടി വന്നു. അപ്പോൾ എളുപ്പപ്പണിയല്ല, കുറച്ച് എന്തോ ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പരീക്ഷയിൽ ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക്ഡ് വുഡ്, ഹാഡ് വർക്ക്ഡ് വുഡ് ഹാവ്? പേടിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ 3 എണ്ണമായിട്ട് ഡിവൈഡ്. ഇപ്പോൾ 3 ഓരോ കേസസ് ആണ്. ഈ ടൈപ്പിന് എക്സാമ്പിൾ നമ്മൾ വിളിക്കും ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് വിളിക്കും. ഫസ്റ്റ് കണ്ടീഷണൽ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളാണ്. ഇത് സെക്കൻഡ് കണ്ടീഷണൽ, ഇത് തേർഡ് കണ്ടീഷണൽ. ഓരോ ടൈപ്പാണ് കേട്ടോ. ഫസ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ്, തേർഡ് ടൈപ്പ്. ഈ 3 ടൈപ്പും കറക്റ്റായിട്ട് പഠിച്ചാൽ ഏത് ചോദ്യം ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഫസ്റ്റ് ടൈപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്താണ്? ഫസ്റ്റ് കണ്ടീഷണൽ. 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണം പഠിച്ചാൽ ഏതും ചെയ്യാൻ പറ്റും. ഓക്കെ. ശരിക്കും ഒരെണ്ണം കൂടി ഉണ്ട്, 0th കണ്ടീഷണൽ ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കണ്ടീഷനിൽ ഒരു എക്സാമ്പിളാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്. അപ്പം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുക. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ? വർക്ക്ഡ് ആണ് പാസ്റ്റ് ടെൻസ്. അതിൻ്റെയും ബാക്കോട്ട് പാസ്റ്റ് പെർഫെക്റ്റ് വേ ഹാഡ് വർക്ക്ഡ് ആണ്. അപ്പോൾ വർക്ക് എന്താണ്? പ്രസൻറ്റ് ആണ്. അപ്പോൾ വർക്ക് കുറേ വേർഡ്സ്. ടോക്ക് എന്നാണ്? പ്രസൻറ്റ് ആണ്. ടോക്ക്, വർക്ക്, പ്ലേ, ഓക്കെ, പ്ലേ, ഫൊർഗെറ്റ് അല്ലേ? ഫൊർഗെറ്റിൻ്റെ പാസ്റ്റ് എന്താണ്? ഫൊർഗോട്ട്. അതിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ഫോർഗോട്ടൻ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഗെറ്റ്, അല്ലെങ്കിൽ ഗിവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഗേവ് ആണ്. ഓക്കെ. അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ്? ഹാഡ് ഗിവൺ. ഓർത്തുകണ്ടെങ്കിൽ കുഴപ്പമില്ല. ഗിവ് എന്നാണ്? പ്രസൻ്റ് ആണ്. ഇപ്പോൾ കുറേ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുറേ വേർബ്സ് അതിൻ്റെ പ്രസൻറ്റ് ടെൻസിൽ എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ പറയുക പ്രസൻറ്റ് ടെൻസിലാണ് അല്ലേ? പ്ലേ, ഫൊർഗെറ്റ്, ഗെറ്റ്, ഗിവ്, ടോക്ക്, പിന്നെന്താണ്? സ്മൈൽ അല്ലേ? പിന്നെന്താണ്? ക്രൈ അല്ലേ? ക്രൈഡാണ് പാസ്റ്റ്, ക്രൈ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രസൻറ്റ്. അപ്പോൾ ഇവിടെ ഇഫിൻ്റെ കൂടെ, അതായത് ഇഫ് ക്ലാസ്സിൽ പ്രസൻ്റ് ആണ് വരുന്നത്. ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ആണ്, വേർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ്, ഇതാണ് നമ്മുടെ മെയിൻ ക്ലോസിൽ എന്താണ് വരേണ്ടതെന്ന് അറിയാം. മെയിൻ ക്ലോസിൽ വരേണ്ടത് ഐ വില്ല് തന്നെ വരണം. ഐ എന്ന് വരണമെന്നില്ല, വേറെ എന്തെങ്കിലും ആവട്ടോ. വില്ല് വരണം. അതിൻ്റെ ഉള്ളിൽ എന്താണ്? വില്ല് വരണം. പ്ലസ് ഇവിടെ ഉള്ളൊരു വേർബിൻ്റെ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യം, സിമ്പിളാണ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വേർബിൻ്റെ സക്സീഡ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസ് ഫോം, അതായത് അതിൻ്റെ എന്താണ്? പ്രസൻറ്റ് ടെൻസ് പോലെ. ഓക്കെ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോക്ക്, വർക്ക്, അതൊക്കെ എന്താണ്? ഇൻഫിനിറ്റീവ്സ് ആണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം. ഓക്കെ, പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ആവുമെന്ന് എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടുള്ള ഫോം. ഐ വിൽ സക്സീഡ്. ഓക്കെ, ഐ വിൽ സക്സീഡഡ് ഒന്നും വേണ്ട, ഐ വിൽ സക്സീഡ്. അതാണ് അതിൻ്റെ ഏറ്റവും ബേസ് ഫോം അല്ലേ? സക്സീഡിങ് വേണ്ട, സക്സീഡഡ് വേണ്ട, വിൽ ഹാവ് സക്സീഡഡ് ഒന്നും വേണ്ട. ഐ വിൽ സക്സീഡ്, അത്രയുള്ള സംഭവം. ഓക്കെ. അപ്പം ഇഫിൻ്റെ അവിടെ പ്രസൻറ്റ് ടെൻസിലാണ് വേർബ് വരുന്നതെങ്കിൽ വിൽ അപ്പുറത്ത് മെയിൻ ക്ലോസ് എന്ത് വരണം? വില്ലും അതിന് ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് വേർബ്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് കേട്ടോ. സക്സീഡഡ്, സക്സീഡിങ്, ഹാവ് ഒന്നും വേണ്ട, വിൽ പ്ലസ് ആ സാധനം മതി. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നേച്ചർ മനസ്സിലാക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് ഐ വർക്ക് ഹാർഡ്, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണെങ്കിൽ ഐ വിൽ സക്സീഡ്. അതായത് നല്ലൊരു ചാൻസ് ഉണ്ട് അല്ലേ? വളരെ നല്ലൊരു ചാൻസ് ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സക്സീഡ് ചെയ്യും
അല്ല, അവിടെ ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാം അവിടെ ഒരു ഓപ്പൺ കണ്ടീഷൻ എന്ന് പറയാം, അഥവാ റിയൽ കണ്ടീഷൻ, അഥവാ അതിൻ്റെ അർത്ഥം എന്താണ്, പ്രോബബ്ലി നല്ലൊരു ചാൻസ് ഉണ്ട്. ചാൻസ് ഇല്ല എന്നല്ല, ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്, നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഓപ്പൺ കണ്ടീഷൻ, അതായത് ഓപ്പൺ ആണ്, ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്, പ്രോബബ്ലി സംഭവിക്കും, മിക്കവാറും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അങ്ങനെയാണ് സെക്കൻഡ് കണ്ടീഷനിൽ എന്താ മാറാൻ നോക്കുക. ഓക്കെ, അത് സെക്കൻഡ് കണ്ടീഷനിൽ നോക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ഇത് തിയറി മാത്രം പഠിച്ച പോലെ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, ഒരു 1 ഡേ കഴിയുമ്പോൾ, ഈ വീഡിയോ ഇട്ടിട്ട് 1 ഡേ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ഇടും. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒന്നിനും ഡിസ്ക്രിപ്ഷനിൽ ഇടും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുമ്പ് എന്തായാലും നിങ്ങളുടെ വേർഷൻ എന്തായാലും ഇടണം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഐ ഗെറ്റ് സിക്ക്, എനിക്ക് അസുഖം വന്നാൽ I dash to the doctor. Okay, if I get sick, I dash to the doctor. ഡാഷിനോടെ ഗോ എന്ന് കിട്ടും. അപ്പോൾ ഫില്ല് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിലായിരിക്കും ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും നോക്കുക, നിങ്ങൾ നോക്കുക. ഇതിന് തീർച്ചയായിട്ടും എല്ലാവരും ഓരോ ആളും കാണുന്നത്, നിങ്ങൾ മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. തെറ്റിയാലെന്താ, ആരും ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്, നമ്മളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണ്, പരീക്ഷ എഴുതി +1 ഒക്കെ പാസ് ചെയ്തിരിക്കുന്ന ആൾക്കാരെന്നല്ല, പരീക്ഷ എഴുതി പഠിക്കുന്ന ആൾക്കാരാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തെറ്റിച്ചാൽ ഒരു മടിയും വേണ്ട. നിങ്ങൾ എഴുതി ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ തെറ്റാണെന്ന് ടൈപ്പ് ചെയ്താൽ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, നിങ്ങളിങ്ങനെ കുറച്ച് ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ എനിക്കെന്താണ് മടിയില്ല എന്ന്, നമ്മൾ ഇഫ് പോയി നമുക്ക് പഠിച്ചില്ലേ, കുറച്ച് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വേണ്ടേ, അങ്ങോട്ട് ഇടുക. അപ്പോൾ എനിക്കും കാണാം നിങ്ങൾ എന്താ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡേ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കറക്റ്റായിട്ട് ആൻസർ ഇട്ടു. ആരും കമൻറ്റ് ബോക്സിൽ ഇതിന് ആൻസർ ഇട്ടില്ല, ഞാൻ ആൻസർ ഇടില്ല. ഓക്കെ, മിനിമം എനിക്കൊരു 100 കമൻസ് എങ്കിലും വേണം. മിനിമം എനിക്ക് 100 കമൻസ് അതിൽ വന്നാലേ കറക്റ്റായി, നിങ്ങൾ കറക്റ്റാവണമെന്നില്ല, എന്ത് ആൻസർ വന്നാലേ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 വന്നാലേ ഞാൻ ആൻസർ ഇടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആൻസർ ഇടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി കാണിച്ചാലും ഞാനൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കുള്ളൂ അല്ലേ. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ നിങ്ങളെന്താ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്താണെങ്കിലും തെറ്റാണെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ എഴുതിയാൽ 100 പേരെങ്കിലും ഇതിൻ്റെ ആൻസർ മിനിമം എഴുതിയാലേ ഞാൻ എൻ്റെ വേർഷൻ കറക്റ്റായിട്ടുള്ള ആൻസർ ഇടും, എൻ്റെ വേർഷനല്ല കറക്റ്റായിട്ട് ആൻസർ ഇടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു കേട്ടോ, സിമ്പിളാണ്. എന്തായിരുന്നു, ഇഫിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റിലാണ് വേർബ് വരുന്നെങ്കിൽ അല്ലേ, ടോക്ക്, വാക്ക്, സ്മൈൽ ഒക്കെ സിമ്പിൾ പ്രസൻറ്റ്. അങ്ങനെയാണെങ്കിൽ മറ്റ് മെയിൻ ക്ലോസിൽ എന്ത് വരും, വിൽ പ്ലസ് ഇൻഫിനിറ്റ് വരും. വിൽ പ്ലസ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ വേർബ്, അവിടെയുള്ള വേർബ്, അതിൻ്റെ ബേസ് ഫോം. ഓക്കെ, ED ഒന്നും ആഡ് ചെയ്യണ്ട. അങ്ങനെയാണ് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ് ഐ വുഡ് സക്സീഡ്. നിങ്ങൾക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാം അല്ലേ, എന്താണ് സ്ട്രക്ചർ, എന്താണ്. ഇഫ് ഐ പ്രസന്റ് ആണോ അത്, വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഇല്ലേ, പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്, അതായത് വർക്ക് ആണെങ്കിൽ വർക്ക്ഡ്. വേറെ ഏതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ്, ടോക്ക് ആണെങ്കിൽ ടോക്ഡ് അല്ലേ, ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റഡ് അല്ല, ഫോട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലാണ്ട് എല്ലാം എനിക്ക് പഠിപ്പിക്കാനില്ല, കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇപ്പം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നെറ്റിൽ പോയിട്ട് കുറേ പാസ്റ്റ് ടെൻസ് നോക്കാം, ഓരോന്നിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്കുക, ജസ്റ്റ് ഒരു ലിസ്റ്റ് എടുക്കുക. അപ്പം ഗൂഗിളിലൊക്കെ പോയിട്ട് ഗൂഗിൾ ഇമേജസിൽ പോയിട്ട് പാസ്റ്റ് ടെൻസ് ടേബിൾ നടിക്കുക. അപ്പോൾ ഓരോന്നിൻ്റെ പാസ്റ്റ് ടെൻസിന് ടേബിൾ ഇട്ടു. അപ്പോൾ അതൊക്കെ നോക്കി പറ്റുന്ന പോലെയൊക്കെ പഠിച്ചെടുക്കുക. ഓക്കെ, ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരും, വേറെ ടേബിൾ. പക്ഷെ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ, ഫൈറ്റഡ് ആണോ സർ ഫോട്ടാണോ അറിയില്ലെങ്കിൽ ഗൂഗിളിൽ പോവുക, അടിച്ചു നോക്കുക പാസ്റ്റ് ടെൻസിന് ടേബിൾ. ഇപ്പോൾ കുറേ വേർഡ്സിന് പാസ്റ്റ് ടെൻസ് കിട്ടും. വേറെ എന്താണ്, സ്മൈൽ ആണെങ്കിൽ സ്മൈൽഡ്, ക്രൈ ആണെങ്കിൽ ക്രൈഡ്, പ്ലേ ആണെങ്കിൽ പ്ലേഡ്. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ട്. മിക്കതിന് ED വെച്ച് ആഡ് ചെയ്താൽ ശരിയാവും, ചിലതിന് ED അല്ല വരിക. ഫൊർഗെറ്റ് ആണെങ്കിൽ ഫൊർഗെറ്റഡ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് മനസ്സിലാക്കി വെക്കുക. മിക്കത് നിങ്ങൾക്ക് അറിയണ്ടാവും, എങ്കിൽ പോലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് ആണ് ഇഫ് ക്ലോസിൽ വരുന്നതെങ്കിൽ അപ്പുറത്ത് വില്ലല്ല വരാൻ പോകുന്നത്, വുഡാണ് വരാൻ പോകുന്നത്. വുഡും അതിന് ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസ് വേർബ് അല്ലെ. വീണ്ടും സക്സീഡഡ് ഒന്നും വേണ്ട, ഐ വുഡ് സക്സീഡ്. അപ്പം ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വുഡ് സക്സീഡ്. ഇഫ് ഐ വർക്ക് ഹാർഡ് ആണെങ്കിലോ പ്രസന്റ് ടെൻസ് ആണ്, ഐ വിൽ സക്സീഡ്. ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഐ വുഡ് സക്സീഡ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് അല്ല, ഇഫ് ഐ വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത പഠിക്കും. ഇഫ് ഐ വർക്ക്ഡ് സിമ്പിൾ പാസ്റ്റ്, ഐ വുഡ് സക്സീഡ്. ഓക്കെ, ഐ വുഡ് ഹാവ് സക്സീഡ് വേണോ, വേണ്ട. ഐ വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ്, ഇവിടെ ഹാവ് വരുന്നുണ്ടോ, ഇല്ല. അപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്,
ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അൺലൈക്ലി ആണ്, ചാൻസ് കുറവാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്. അവിടെ നമ്മൾ പറഞ്ഞു നല്ലൊരു ചാൻസ് ഉണ്ടാകും പറയുമ്പോൾ, അല്ലെ ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സക്സീഡ് ചെയ്യും. ഇവിടെ ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ്, ഞാൻ വർക്ക് ചെയ്യുകയാണ്, അതിൻ്റെ ടോണിലാണ് വ്യത്യാസം. ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ് ഐ വുഡ് സക്സീഡ്. ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ സക്സീഡ് ചെയ്യായിരിക്കും, പക്ഷേ അറിയില്ല, ഞാൻ ചെയ്യാൻ എനിക്കൊരു പ്ലാനും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അൺലൈക്ലി ആണ്. ഓക്കെ, ഇതൊന്നും ഞാൻ ചെയ്യാനല്ലേ, ഞാൻ വർക്ക് ചെയ്താൽ ഞാൻ സക്സസ്ഫുൾ ആവും, അതാണ് അതിൻ്റെ ഒരു ടോൺ. മറ്റേ ടോണല്ല. ഇഫ് ഐ വർക്ക് ഹാർഡ് ഐ വിൽ സക്സീഡ്. ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ് ഐ വുഡ് സക്സീഡ്. ഓക്കെ, ഇഫ് ഐ വർക്ക്ഡ് ഹാർഡ് ഐ വുഡ് സക്സീഡ്. അൺലൈക്ലി ആണ് അതിൻ്റെ അർത്ഥം. അൺലൈക്ലി ആണ്, ചാൻസ് ഇല്ല നടക്കാൻ. മറ്റേ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, നമുക്ക് ഈ റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വുഡ് വരണം. ഇത് നേരെ മറിച്ച് ഇവിടെ വുഡ് വന്നിട്ട് ഐ വുഡ് സക്സീഡ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും, ഐ വുഡ് ആണെങ്കിൽ ഇഫ് ക്ലോസിൻ്റെ അവിടെ സിമ്പിൾ പാസ്റ്റ് വരണം എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അങ്ങനെ തിരിച്ച് ഓർത്ത് വെക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയാണെന്ന് മാത്രമല്ല, അവിടെ വുഡും ഇൻഫിനിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്ത് വരണം, പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് എന്ന് വരണം. അങ്ങനെ ആ രീതിയിൽ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, റൈറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ നോക്കാം. വീണ്ടും ഒരു എക്സാമ്പിൾ. ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ വുഡ് ടെൽ യു. ഇഫ് ഐ ന്യൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അത് എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് അല്ല, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. നോ ആണ് സിമ്പിൾ പ്രസൻറ്റ്, അതിൻ്റെ പാസ്റ്റ് ആണ് എന്ത്, ന്യൂ. അപ്പം നോൻ്റെ പാസ്റ്റ് ടെൻസ് നോഡല്ല, ന്യൂ ആണ്. ഇഫ് ഐ ന്യൂ. ഓക്കെ, ഫൊർഗെറ്റിൻ്റെ ഇഫ് ഐ ഫൊർഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ഫൊർഗോട്ട് ആണ്. അതുപോലെ നോയിൻ്റെ എന്താണ്, ന്യൂ ആണ്. ഓക്കെ, കുറച്ച് കൺഫ്യൂസിങ് ആണ്, കുഴപ്പമില്ല, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് പാസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട എന്താണ്, അപ്പുറത്ത് മെയിൻ ക്ലോസിൽ ഐ വുഡ് തന്നെ വരണം. ഐ വുഡ് ടെൽ യു. ടെൽ എന്താണ്, ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. ടെൽ എന്താണ്, ഇൻഫിനിറ്റീവ്. ആ ബേസിക്കലി എന്താണ്, അതിൻ്റെ സിമ്പിൾ പ്രസൻ്റ് ആണ് അല്ലേ. ഐ വുഡ് ടോൾഡ് യു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ടെൽ യു എന്ന് തന്നെ പറയാം, ഇൻഫിനിറ്റീവ് പോലെ. ടോൾഡ് യു, വുഡ് ഹാവ് ടോൾഡ് യു ഒന്നും വേണ്ട. വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ്, വുഡ് ടെൽ യു. വുഡ് എന്തുകൊണ്ടാണ് വരാൻ കാരണം, പാസ്റ്റ് ആയതുകൊണ്ട്. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ വുഡ് വരണം. അപ്പോൾ അതാണ് സ്ട്രക്ചർ, പാസ്റ്റ് വുഡ്. അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ 100 പേരെങ്കിലും ഇതിനും ആൻസർ കൊടുത്താൽ ഞാൻ ആൻസർ ഇടും, അല്ലെങ്കിൽ ഞാൻ ആൻസർ ഇടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചെയ്ത് അത്രയേ ഉള്ളൂ, ഒരു കാര്യം ഉണ്ടാവില്ല. ഇഫ് ഐ വാക്ക്ഡ് എവറി ഡേ ഐ ഡാഷ് മോർ ഫിറ്റ്. ഫിൽ ചെയ്യാം. ഓക്കെ, ഇഫ് ഐ വാക്ക്ഡ് മോർ എവറി ഡേ ഐ ഡാഷ് ഫിറ്റ്. സ്വന്തം ചെയ്താൽ നല്ല കാര്യം.